അടുത്ത ഒരു തിയറം എന്ന് പറയുന്നത് a+1 = 1 ആണ്. അതുപോലെ a.0 = 0 ആണ്. അപ്പോൾ അതിനും ചെറിയൊരു സിമ്പിളായിട്ടുള്ള പ്രൂഫ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ a+1 നമ്മൾ എങ്ങനെ എഴുതി, നമ്മൾ നേരത്തെ ഇവിടെ 1 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ a+1.1 കൂടെ ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. ആ 1ൻ്റെ പകരം നമ്മൾ എന്ത് ചേർത്തു, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലെ a+a ആഡ് ചെയ്ത് ചേർത്തു. അപ്പോൾ a+a × a+1 എന്ന് വരും. അപ്പോൾ a+a × 1 എന്ന് വരും, a+a എന്ന് വരും. അതെന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രൂഫായിട്ട് ഇത് പഠിക്കാനുണ്ട്. മറ്റേ കോംപ്ലിമെൻ്റ് പ്രൂഫ് നമുക്കറിയാം, a+a എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി അടുത്തൊരു ചെറിയൊരു പ്രൂഫല്ല, ഒരു ചെറിയൊരു തിയറം എന്ന് പറയുന്നത് a കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ്. നമ്മൾ അറിയാം, അത് പഠിച്ചതായിരിക്കും. a കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, a ആയിരിക്കും. അതിങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, രണ്ട് രീതിയിൽ എഴുതാം. അപ്പോൾ a കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് a ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അബ്സോർപ്ഷൻ തിയറാണ്. എന്താണ് അബ്സോർപ്ഷൻ തിയറം നോക്കാം. അതായത് a+a.b എന്ന് പറയുന്നത് a ആണ്. അതുപോലെ a.a+b എന്ന് പറയുന്നത് a ആണ്. അതെങ്ങനെ പ്രൂഫ് നോക്കാം. a+a.b ഇത് നമുക്ക് a ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അതാണ് ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്, അത് a ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ എയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് എഴുതി കൊടുത്തു. അപ്പോൾ അതിന് വലിയ വ്യത്യാസം വരുന്നില്ലല്ലോ, ഇല്ല. അപ്പോൾ a.1 + a.b എന്ന് വരും. ഇത് ജസ്റ്റ് ഇത് a നമ്മൾ പുറത്തേക്ക് എടുത്തു, രണ്ട് ടേമിലും a കോമൺ ആണ്. അപ്പോൾ a പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും പ്ലസ് b എന്ന് വരും. 1 + b എന്ന് പറയുന്നത് നമുക്കറിയാം, ഏത് നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ a എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റിസൾട്ടിൻ്റെ ആൻസർ കിട്ടി. ഇതുമാതിരി നമുക്ക് സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ ഈ തിയറംസൊക്കെ, അതായത് ഐഡംപൊട്ടൻസി തിയറം, ഇതൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ എക്സാമുകളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ ക്വസ്റ്റ്യനിൽ വഴി ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കി വയ്ക്കാം. നമുക്ക് പഠിക്കാനുള്ളത് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ്. സിമ്പിളാണ്. a+b+c എന്ന് പറയുന്നത് ആദ്യം a+b ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ +c ചെയ്യുന്നതും ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് a.b.c എന്ന് പറയുന്നത്. a.b ആദ്യം ചെയ്യുക, അതിൻ്റെ കൂടെ .c ചെയ്യുക. ഓക്കെ, അതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് ആൻഡ് ലോസും ഓർ ലോസും പഠിക്കേണ്ടത്. അതായത് ആൻഡ് വെച്ചിട്ടും ഓർ വെച്ചിട്ടും, അതായത് a.0 എന്ന് പറയുന്നത് a ആയിരിക്കും, a.1 എന്ന് പറയുന്നത് a ആയിരിക്കും, a.a എന്ന് പറയുന്നത് a ആയിരിക്കും. അതുപോലെ തന്നെ a.a' എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് നോക്കി വയ്ക്കുക അങ്ങനതൊക്കെ. അതുപോലെ തന്നെ ഓർ ലോസിൽ വരുമ്പോൾ a+0 = a, a+1 = 1, a+1 നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്ത്, a+1 = 1 തന്നെയാണ് കേട്ടോ. ഇവിടെ 1 ആണ്. a+1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതുപോലെ തന്നെ a+a എന്ന് പറയുന്നത് a ആണ്, a+a കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത്രയും റിസൾട്ടുകൾ, ഈ 8 റിസൾട്ടുകൾ നമുക്ക് പല സമയങ്ങളിൽ നമുക്ക് അതായത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് നോക്കി വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡി മോർഗൻസ് തിയറാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള, നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന തിയറാണ്. നമ്മൾ DMSലും പഠിച്ചു, അല്ല LSലും പഠിച്ചു. അതായത് a.b ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് a കോംപ്ലിമെൻറ്റ് + b കോംപ്ലിമെൻ്റ് ആണ്. ഓക്കെ, ഇനി a+b ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് a കോംപ്ലിമെൻറ്റ് .b കോംപ്ലിമെൻ്റ് ആണ്. നമുക്ക് പ്രൂഫൊക്കെ ഉണ്ട്. പ്രൂഫ് നമുക്കറിയാം, നമ്മൾ ആ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അതും നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കാം. ഇനി കൺസെൻസസ് തിയറം ഉണ്ട്. എന്താണ് കൺസെൻസസ് തിയറം? ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ab + a.c + bc = ab + a.c. ഓക്കെ, അതിനൊരു പ്രൂഫ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യം LHS എടുത്തു. ഇത് LHS ആണ്. നമുക്ക് എന്നിട്ട് RHSക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ LHS എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ab + a.c + bc എന്ന് വരും. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, bcയുടെ കൂടെ നമ്മൾ .1 ഇട്ടു. അപ്പോൾ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ×1 എന്ന് ഇട്ടു. ഈ 1ൻ്റെ പകരം നമ്മൾ എന്ത് ആഡ് ചെയ്തു, a+a കോംപ്ലിമെൻ്റ് ആഡ് ചെയ്തു. കാരണം വെച്ചാൽ a+a കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് 1ൻ്റെ പകരം നമ്മൾ എന്ത് ആഡ് ചെയ്തു, a+a കോംപ്ലിമെൻ്റ് ആഡ് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഈ ബ്രാക്കറ്റ് തുറന്നു. അപ്പോൾ നമുക്ക് abc + a കോംപ്ലിമെൻറ്റ് bc എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതും അതായത് ഈ ടേമും നമുക്ക് എന്ത് പുറത്തെടുക്കാം, ab പുറത്തെടുക്കാം. അതുപോലെ ഈ ടേമിൽ നിന്നും a കോംപ്ലിമെൻറ്റ് c പുറത്തെടുക്കാം.
അപ്പോൾ നമുക്ക് 1 പ്ലസ് സി എന്ന് കിട്ടും, ഇവിടെ 1 പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ ഏത് നമ്പറോട് കൂടി നമ്മൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? എ ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കൺസെൻസസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡുവാലിറ്റി പ്രിൻസിപ്പിളാണ്. എന്താണ് ഡുവാലിറ്റി പ്രിൻസിപ്പിൾ? അത് ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അതായത് എവിടെയൊക്കെ 0 കാണുന്നോ അവിടെയൊക്കെ 1 കൊടുക്കുക, എവിടെയൊക്കെ ഡോട്ട് കാണുന്നോ അവിടെയൊക്കെ പ്ലസ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എവിടെയൊക്കെ 0 അവിടെ കാണുന്നോ അവിടെയൊക്കെ 1 കൊടുക്കുക, എവിടെയൊക്കെ ഡോട്ട് കാണുന്നോ അവിടെയൊക്കെ പ്ലസ് കൊടുക്കുക. അപ്പോൾ 0=1 ആണെങ്കിൽ 1=0 ആയിരിക്കും അല്ലേ. 0.1 ആണെങ്കിൽ 0ൻ്റെ പകരം 1 എന്ന് എഴുതി, ഡോട്ടിൻ്റെ പകരം പ്ലസ് എന്ന് എഴുതി, 1ൻ്റെ പകരം 0 എന്ന് എഴുതി, =1. നേരെ തിരിച്ചും അപ്ലിക്കബിൾ ആണ്. അത് പ്ലസ് വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കണം? ഡോട്ടും കൊടുക്കണം. അതിന് ജസ്റ്റ് അങ്ങോട്ട് കൊണ്ട് തിരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ A.0=0. അപ്പോൾ എ ഡോട്ടിന് പകരം പ്ലസ് ആഡ് ചെയ്തു, 0ൻ്റെ പകരം 1 ആഡ് ചെയ്തു, =0ൻ്റെ പകരം 1 ആഡ് ചെയ്തു. A.B = B.A. അപ്പോൾ A+B = B+A. A.A = 0. അപ്പോൾ A+A = 1. ഇതൊക്കെ നമ്മുടെ ഓരോ റിസൾട്ടുകളാണ്, അത് ജസ്റ്റ് ഇവിടെ പറയണമെന്നുള്ളൂ. പിന്നെ A.B.C = A.B.C. അപ്പോൾ A+B+C = A+B+C. ഓക്കെ, A.A+B = A. അപ്പോൾ A+A.B = A. AB = A+B, A+B = A.B. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡ്യുവലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമുക്ക് മെയിനായിട്ട് പറയേണ്ടത്. അതായത് 0 ഉള്ളത് 1 ആക്കുന്നു, 1 ഉള്ളത് 0 ആക്കുന്നു, ഡോട്ടുള്ളത് പ്ലസ് ആക്കുന്നു, പ്ലസ് ഉള്ളത് ഡോട്ട് ആക്കുന്നു. അപ്പോൾ ഒന്നിൻ്റെ ഡ്യുവൽ, 0ൻ്റെ ഡ്യുവലാണ് 1. അതാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. അതായത് ഇതിൻ്റെ ഡ്യുവലാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ A+B × A+B = AB + AC. അപ്പോൾ AC ഈ ഡോട്ടിൻ്റെ പകരം നമ്മൾ പ്ലസ് എന്ന് എഴുതി, AB = A+B.A+C. ഓക്കെ, അതുപോലെ തന്നെ A+B = AB + AB + AB. അപ്പോൾ A.B = A+B × A+B × A+B. AB + A + AB = 0. അപ്പോൾ A ഇവിടെ ഡോട്ടിൻ്റെ പകരം A+B എന്ന് കൊടുത്തു, ഈ പ്ലസിൻ്റെ പകരം നമ്മൾ ഡോട്ട് എന്ന് കൊടുത്തു, ഈ പ്ലസിൻ്റെ പകരം ഡോട്ട് കൊടുത്തു, ABയുടെ പകരം നമ്മൾ A+B എന്ന് കൊടുത്തു, ഈ =0ൻ്റെ പകരം =1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ടോ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയയ്ക്കാം. ഓക്കെ.